ഓക്കെ. ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ ഫോർവേഡ് ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത വീക്കിലോട്ട് ഞാൻ എന്താണ് ബിറ്റ്കോയിനിൽ എക്സ്പെക്ട് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിറ്റ്കോയിനിൽ ആരെങ്കിലും ട്രേഡും കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റോ ലോസോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് അറിയിക്കുക. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണിത്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണിത്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഈ ഒരു സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് മേളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ വീണ്ടും നമുക്കൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് പ്രൈസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോയി. ആൻഡ് അവിടുന്ന് പ്രൈസ് മുകളിലോട്ട് പോയിട്ടില്ല. അവിടുന്ന് വീണ്ടും പ്രൈസ് താഴത്തോട്ട് വന്നേക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മളത് മാറ്റുകയാണ്. ബിക്കോസ് പ്രൈസ് അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനും സപ്പോർട്ടായിട്ട് നമ്മളത് വെക്കുന്നില്ല. ആൻഡ് ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രെൻഡ് ലൈൻ അല്ല, ഒരു സപ്പോർട്ട് ഏരിയ. ഇവിടെയായിട്ട് പ്രൈസ് ഒരുപാട് തവണ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 1, 2, 3, 4, 5 5 തവണയോളം നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയയാണ്. ആൻഡ് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നിട്ടുണ്ട്. ഇവിടെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്നു, അപ്സൈഡ് പോയി. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്നു, അപ്സൈഡ് പോയി. ഇവിടെ വന്നു, അപ്സൈഡ് പോയി. ഇവിടെ വന്നു, അപ്സൈഡ് പോയി. അപ്പോൾ ഈ ഒരു അപ്സൈഡിലോട്ട് പോകുമ്പോൾ എന്താണ്, ഇവിടെ ബയേഴ്സ് ആക്റ്റീവായിട്ട് പ്രൈസിനെ ബൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ബൈ ചെയ്യുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഏരിയയിലായിരിക്കും പ്രൈസ് ഇവിടെ വെക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു പെൻഡിങ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം. അപ്പോൾ ആ ഒരു പെൻഡിങ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം ലിക്വിഡിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലും ഓൾറെഡി ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ 2 ആഴ്ച മുതൽ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ഈ ഒരു സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ഏരിയയ്ക്ക് താഴെ വരുവാണെങ്കിലോ ഇവിടെയുള്ള ലിക്വിഡിറ്റിയും കിട്ടും. അതുപോലെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലുള്ള ലിക്വിഡിറ്റിയും കിട്ടും. അപ്പോൾ പ്രൈസ് ഈ 2 ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്തു. ആ ഒരു റെസിസ്റ്റൻസിനെ വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ കറൻറ്റ്ലി അതിൻ്റെ മുകളിലാണ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ വീണ്ടും അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് മേജറായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ലെവൽ ഇതാണ്. നമ്മുടെ മേജറായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ലെവൽ ഈ ഒരു ഏരിയ. പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഓൾ ടൈം ഹൈയിലോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഏകദേശം 1,20,504 മുതൽ 1,19,723 എന്ന് പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇതാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ. ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് പ്രൈസ് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2 വീക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടാണ്. ഏകദേശം 1,11,987 മുതൽ 1,11,743 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയ വരെയായിരിക്കും ഞാൻ നെക്സ്റ്റ് ബിറ്റ്കോയിനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഇവിടുന്ന് ബൈ ചെയ്തു ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. ആൻഡ് ഇതൊക്കെ നമുക്ക് എന്താണ്, ഇവിടെ പ്രൈസ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് അപ്സൈഡ് പോകാൻ പറ്റുന്നില്ല, ഇവിടുന്ന് അപ്സൈഡ് പോകാൻ പറ്റില്ല. ആൻഡ് ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്തു താഴെ വന്നു. അപ്പോൾ ഇതൊരു ഫുള്ളൊരു കൺസോൾട്ടേഷനാണ്. ഒരു കൺസോൾട്ടേഷൻ ഫുൾ എന്താണ്, ആൾക്കാർ ഇവിടുന്ന് പ്രൈസിന് ബൈ ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്ന് സെല്ല് ചെയ്യുന്നു, താഴെ നിന്ന് മേടിക്കുന്നു. ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജാണ് ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ പ്രൈസ് ഈ ഇത്രയും കിടക്കുന്ന ഈ ഒരു ഏരിയ എന്താണ്, ഫുൾ ഒരു കൺസോൾട്ടേഷനാണ്. ഒരു കൺസോൾട്ടേഷൻ. ആൻഡ് ഈ ഒരു കൺസോൾട്ടേഷൻ്റെ അകത്ത് നിന്ന് പ്രൈസ് എപ്പോഴാണോ പുറത്ത് വരുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണ്, മുകളിലോട്ടാവും താഴത്തോട്ടാവും. ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് നോക്കുവാണെങ്കിൽ താഴത്തോട്ടാണ് പ്രൈസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് ഇത്രയും നേരം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ആൾക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ടുള്ള മൂവ്മെൻ്റ് ആണെന്ന് ധരിപ്പിച്ച് താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അത് അപ്സൈഡിലോട്ട് പോയി. അതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിപ്പുലേഷൻ നടത്തി ആ ഒരു ഏരിയയുടെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഏരിയയിലോട്ടായിരിക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഞാനിവിടെ ഈ ഒരു ചാർട്ടിൽ കാണിച്ചേക്കുന്നത്.
നോക്കുവാണെങ്കിൽ ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആൻഡ് മാനിപ്പുലേഷൻ താഴോട്ട് നടത്തി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മുകളിലോട്ട് നടത്തുന്നു. ആ ഒരു കറക്റ്റ് സെനാരിയോ ആണ് നമുക്കിവിടെ ബിറ്റ്കോയിനിൽ കാണാൻ പറ്റുന്നത്. നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു അക്യുമുലേഷൻ നടത്തി, ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടത്തി, നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആയിട്ടുള്ള ഒരു അപ്സൈഡിലോട്ട് ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ബിറ്റ്കോയിനിൽ നെക്സ്റ്റ് വീക്കിലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കി കണ്ടേക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ നിങ്ങൾ ഇത് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്കിനി ഗോൾഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണ എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഗോൾഡിൻ്റെ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ വെച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു യെല്ലോ ഏരിയ ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 3400 മുതൽ 3392 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസും അതും പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരുപാട് തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു ഏരിയയിലോട്ട്, ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. അവിടുന്ന് പ്രൈസ് ഇപ്പോൾ റിജക്ട് ചെയ്തു. അതുപോലെ തന്നെ ഗോൾഡിൽ ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഡിസെൻഡിങ് ബോളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ. ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് വീണ്ടും ഫോം ആവുന്നത്. ആൻഡ് ഇത് തന്നെ പ്രീവിയസ്ലി ഫോം ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളും, പ്രീവിയസ്ലി സംഭവിച്ചിട്ടുള്ള ഈ ഒരു സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഇതിൻ്റെ ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു നല്ലൊരു റിഡസ്റ്റിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാറ്റേണിനെ പ്രൈസ് ഫോളോ ചെയ്തിട്ടുണ്ട്. പ്രൈസ് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രീവിയസ് മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പ്രൈസ് ഫ്യൂച്ചറിൽ എന്തായാലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ ആ ഒരു സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് പ്രൈസ് നല്ല രീതിയിൽ ഈ ഒരു പാറ്റേണിനെ വെച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ആ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് ഇപ്പോൾ പ്രൈസ് കറൻ്റ്ലി നിൽക്കുന്നത് ആ ഒരു നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റിലാണ്. ഓൾമോസ്റ്റ് ഒരു 3337 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഞാൻ ഗോൾഡിൻ്റെ എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് പ്രൈസ് ആക്റ്റീവ് ആയിരുന്നു. അതിനെയും പ്രൈസ് വീണ്ടും തിരിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 3300 മുതൽ 3295 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയതില്ല. ബിക്കോസ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾ ആദ്യം കാണിക്കാം. ഓക്കെ, ഗോൾഡിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ട് ഞാൻ കഴിഞ്ഞ വീക്കിൽ ഗോൾഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡിസെൻഡിങ് ബോളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു ചാർട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ഗോൾഡിൻ്റെ ചാർട്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു അപ് ട്രെൻഡിലാണ് ഗോൾഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രൈസ് കൂടെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ, ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. ഇതൊരു ബുള്ളിഷിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു നല്ലൊരു മൊമെൻറ്റ് കാണാൻ പറ്റും ഡെയിലി ടൈം ഫ്രെയിമിൽ. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന എന്താണ്, ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസ് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 2 3 4 4 തവണയോളം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈനിലാണ് പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് നല്ലൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 4 hourൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി 4 hourൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒരു അപ് ട്രെൻഡിലാണ് നമുക്ക് പറയാൻ പറ്റും. നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ആൻഡ് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ആ ഒരു ട്രെൻഡ് ലൈനാണ് പ്രൈസ് നിൽക്കുന്നത്. വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. അപ്പോൾ അപ്സൈഡിലോട്ടൊരു മൊമെൻറ്റം കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ചാർട്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു അപ്സൈഡിലോട്ടുള്ളൊരു മൊമെൻറ്റം തന്നെയാണ്. ആൻഡ് അഥവാ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ഡൗൺഫാൾ നമുക്ക് ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ പറയുമ്പോൾ രണ്ട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും പറയണമല്ലോ. ഒരു സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
ഓക്കെ. ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഈ ഒരു ഏരിയ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യണ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും. ഏകദേശം 3295 മുതൽ 3279 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഗോൾഡിൻ്റെ വ്യൂസും കാര്യങ്ങളും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഈ ഒരു പാറ്റേൺ എന്തായാലും നോക്കി വെക്കുക. ഈ ഒരു നല്ലൊരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. ആൻഡ് ഗോൾഡിൽ എന്തെങ്കിലും നിങ്ങൾ ട്രേഡിങ് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, പ്രോഫിറ്റോ ലോസോ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയുക. ആൻഡ് ഗോൾഡിൽ ഞാൻ ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ഞാൻ ഒരു നല്ലൊരു ട്രേഡും കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ. ഫസ്റ്റ് ഞാൻ ട്രേഡ് എടുത്ത നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ മേലിലൊരു പ്രൈസ് ഒന്ന് സസ്റ്റെയിൻ ചെയ്തപ്പോഴായിരുന്നു എൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ട്രേഡ്. ഓൾമോസ്റ്റ് ഒരു $200 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ നെക്സ്റ്റ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ ആയിരുന്നു എൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൈസ് ഈ ഒരു സപ്പോർട്ടായിട്ടിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്ത് അവിടെ റീടെസ്റ്റ് റിജക്ഷൻ കിട്ടിയപ്പോഴായിരുന്നു ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു $100 എങ്ങാണ്ടായിരുന്നു ലോസ് ഉണ്ടായിരുന്നത്. പ്രൈസ് 50% ഇറങ്ങി വന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എൻട്രിയിലോട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓൾ ആർ ദിസ് പാർട്ട് ഓഫ് ദിസ് ഗെയിം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ടുള്ള നല്ല ട്രേഡും കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള നമ്മുടെ ന്യൂസും കാര്യങ്ങളും എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ മൺഡേ നോക്കുവാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ന്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ആൻഡ് ട്യൂസ്ഡേ നോക്കുവാണെങ്കിൽ നമുക്ക് യൂസിലൊരു ന്യൂസ് ഉണ്ട്. ജോൾസ് ജോബ് ഓപ്പണിങ്സിൻ്റെ ഒരു 7:30 PM വരുന്ന ഒരു ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ആൻഡ് വെനസ്ഡേ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലൊരു ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. എല്ലാ പേഴ്സിനും തന്നെ നോക്കുവാണെങ്കിൽ യൂസ്ഡിയിൽ 5:45 PM വൈകിട്ട് 5:45 നോക്കുവാണെങ്കിൽ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ഒരു ന്യൂസും ആൻഡ് 6 PM അഡ്വാൻസ്ഡ് GDPയുടെ ഒരു ന്യൂസും കാര്യങ്ങളുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമീനെ അഫക്റ്റ് ചെയ്യുന്നൊരു ന്യൂസാണ് ഈ ഒരു GDP എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ ക്വാർട്ടർലി വരുന്നൊരു ന്യൂസാണ്. അപ്പോൾ വളരെ വലിയൊരു ഹൈ മൊമെൻറ്റും കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നോക്കി വെക്കുക ഈ ഒരു ന്യൂസ്. ആൻഡ് അതുപോലെ തന്നെ 11:30 PM നോക്കുവാണെങ്കിൽ USDയിൽ നമുക്ക് 2 ന്യൂസ് ഉണ്ട്. വെനസ്ഡേ തന്നെ ഫെഡറൽ ഫണ്ട്സ് റേറ്റും ആൻഡ് ഫോമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ 2 ന്യൂസ് ഉണ്ട്. ആൻഡ് തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ തേഴ്സ്ഡേ നല്ല ന്യൂസും കാര്യങ്ങളും ഉണ്ട്. രാവിലെ 12 മണിക്ക് ഏകദേശം ഫോമിംഗ് പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട് USDയിൽ. അതുപോലെ തന്നെ വൈകിട്ട് 6 മണിക്ക് നമുക്ക് 3 ന്യൂസും കാര്യങ്ങളുണ്ട്. കോർ PCE പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ന്യൂസും ആൻഡ് എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ഇൻഡെക്സും ആൻഡ് എംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും എന്ന് പറഞ്ഞൊരു 3 ന്യൂസും കാര്യങ്ങളും വൈകിട്ട് 6 മണിക്കുണ്ട്. ആൻഡ് ഫ്രൈഡേ നോക്കുവാണെങ്കിൽ 6 മണിക്കും 7:30ക്കും ഏകദേശം 4 ന്യൂസും കാര്യങ്ങളുണ്ട്. 6 മണിക്ക് നോക്കുവാണെങ്കിൽ ആവറേജ് അവർലി ഏണിങ്സും ആൻഡ് നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചും ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഇത് 3 6 മണിക്കുണ്ട്. ആൻഡ് 7 മണിക്ക് ISM മാനുഫാക്ചറിങ് PMI എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് വൈകിട്ട് 7:30ക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയും ന്യൂസും കാര്യങ്ങളുമാണ് ആ ഒരു നെക്സ്റ്റ് വീക്കിലോട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വളരെയധികം വോളറ്റിലിറ്റിയും കാര്യങ്ങളും കാണും. GDP എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ന്യൂസും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ആൻഡ് ട്രേഡ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.